തിരിച്ചെത്തിയോ എല്ലാരും? Yes, ma'am. Yes, ma'am. Okay, so can we start? Continue, Ella. Continue. Okay, now we are going to see what is export under deferred payment. Export under deferred payment in the beginning deferred payment നമുക്ക് payment postpone ചെയ്യാ. That is, you will get the payment, but not today, on a future date. For example, after 60 days, then it is known as deferred payment. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് എങ്ങനെയാ ഡിഫേർഡ് പേയ്മെന്റിൽ ചെയ്യുന്നതാണ് നോക്കുന്നത്. For example, ഇവിടെ പറയുന്ന commercial banks or authorized dealers in foreign exchange in India can provide in principal clearance for contract valued up to 50 crore. They can avail refinance from Exim Banks. Exim Banks is empowered to give clearance for contract of value of above 50 crore up to rupees 200 crore. ഇവിടെ പറയുന്നത് നമുക്ക് ഡിഫേർഡ് പേയ്മെന്റ് നമ്മൾ എക്സ്പോർട്ടിലോട്ട് വരുന്ന ടൈമിൽ നമുക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ commercial banks or authorized identity dealers who are there in foreign exchange can provide principal clearance for contract valued up to 50 crores. 50 crores വരെയുള്ള എമൗണ്ട് വരുന്നെങ്കിൽ ആർക്ക് ലോൺ കൊടുക്കുക പറയുന്നത്? കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കാണ് പറയുന്നത്. 50 ക്രോസും 200 ക്രോസിന്റെ ഇടയിലാണ് വരുന്നെങ്കിൽ അവിടെ ആര് വരും? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിന്റെ ഇന്റർഫിയറൻസ് വരും. അവരാണ് നമുക്ക് ലോണ് കൊടുക്കുന്ന കാര്യം. A working group consider proposals of contracts of value beyond rupees 200 crores. 200 crores ഇനിയും കൂടുതൽ നമുക്ക് ഫൈനാൻസ് വേണം ആവശ്യമുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ നമുക്ക് ആ ഫിനാൻസ് കിട്ടുക. സോ എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാൽ ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാൽ പേയ്മെന്റ് നമുക്ക് ഇന്ന് കിട്ടുന്നില്ല, യുവർ പേയ്മെന്റ് ഇസ് ബീൻ പോസ്റ്റ്പോണ്ടഡ്. അങ്ങനത്തെ കേസസിൽ നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ ആരൊക്കെ കൈമെന്നാണ് കിട്ടുകയാണെന്ന് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആണെങ്കിൽ 50 crores വരെ അവർ തരും. മറ്റേ എക്സിം ബാങ്ക് 50 crores to 20 crores ആണ്. ആൻഡ് 200 ക്രോസിന്റെ അബവ് ആണ് വേണ്ടതെങ്കിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഇന്റർഫിയറൻസ് വരുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി ഫോർ ഗെറ്റിംഗ് ഔട്ട് എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാൽ ടേൺകി പ്രോജക്ട്സിന് കിട്ടും, കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിന് കിട്ടും, ടെക്നിക്കൽ ആൻഡ് കൺസൾട്ടൻസി സർവീസ് കോൺട്രാക്ട്സിന് കിട്ടും. ടേൺകി പ്രോജക്ട്സ് പറഞ്ഞാൽ എന്താണ് വെച്ചാൽ എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ വേറെ കൺട്രീസിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടേൺകി പ്രോജക്ട്സ് പറയാ. കൺസ്ട്രക്ഷൻസ് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ്, നമ്മൾ വേറെ കൺസ്ട്രക്ഷൻസ് വേറെ കൺട്രിയിൽ പോയി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. ടെക്നിക്കലോ കൺസൾട്ടൻസി സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് ചെയ്യുന്നെങ്കിൽ ഈ മൂന്നെണ്ണത്തിനും നമുക്ക് എന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ്സ് ലോൺ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഡിഫേർഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ് പറയുന്നത്. ഡിഫേർഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് രണ്ട് വിധത്തിലാണ് കൊടുക്കുന്നത്. സപ്ലയേഴ്സ് ക്രെഡിറ്റും ബയേഴ്സ് ക്രെഡിറ്റിന്റെ വിധത്തിലാണ് കൊടുക്കുന്നത്. സപ്ലയേഴ്സ് ക്രെഡിറ്റ് പറഞ്ഞാൽ ദ എക്സ്പോർട്ടർ എക്സ്റ്റെൻഡ്സ് ക്രെഡിറ്റ് ഡയറക്ട്ലി ടു ദ ഓവർസീസ് ബയേഴ്സ് and seeks refinance from the commercial banks or Exim banks. So ഇവിടെ എന്താ ചെയ്യുന്ന? സപ്ലയേഴ്സ് ക്രെഡിറ്റില് ആരോ ഒന്ന് ഡിസ്റ്റർബൻസ്. ഒന്നും മ്യൂട്ട് ചെയ്യൂ, ആരാണ്? ഞാനല്ലാതെ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ ഡിഫേർഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് രണ്ട് വിധത്തിലാണ് കൊടുക്കുന്നത് പറഞ്ഞു. ഒന്ന് സപ്ലയേഴ്സ് ക്രെഡിറ്റും വരുന്നുണ്ട്, വൺ ഇസ് ബയേഴ്സ് ക്രെഡിറ്റ്. സപ്ലയേഴ്സ് ക്രെഡിറ്റ് പറഞ്ഞാൽ എക്സ്പോർട്ടർ എക്സ്റ്റെൻഡ്സ് ക്രെഡിറ്റ് ഡയറക്ട്ലി ടു ദ ഓവർസീസ് ബയേഴ്സ് ആൻഡ് സീക്സ് റീഫിനാൻസ് ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് എക്സിം ബാങ്ക്സ്. അപ്പൊ ഓവർസീസ് ബയേഴ്സിന് ഡയറക്ട്ലി ആരാണ് കൊടുക്കുന്നത്? എക്സ്പോർട്ടർ ക്രെഡിറ്റ് കൊടുക്കുന്നതിനെയാണ് സപ്ലയർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സപ്ലയർ ക്രെഡിറ്റ് പറഞ്ഞാല് എക്സ്പോർട്ടർ ക്രെഡിറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. കമേഴ്ഷ്യൽ ബാങ്ക്സ് നിന്നോ എക്സിം ബാങ്ക്സ് നിന്നോ വേറെ കൺട്രിക്ക് ഓവർസീസ് ബയേഴ്സിന് ക്രെഡിറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സപ്ലയർ ക്രെഡിറ്റ് പറയാ. ബയേഴ്സ് ക്രെഡിറ്റ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലോൺ എക്സ്റ്റെൻഡഡ് ബൈ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ കൺസോർട്ടിയം ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഓവർസീസ് ബയേഴ്സ്. ഓവർസീസ് ബയേഴ്സ് പറഞ്ഞാൽ പുറത്തിന്റെ കൺട്രിയിലുള്ള ബയേഴ്സിന് ആരാണ് ഇവിടെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? ഇവിടെ എക്സ്പോർട്ടറിന്റെ ഇന്റർഫിയറൻസ് ബയേഴ്സ് ക്രെഡിറ്റിൽ വരുന്നില്ല. ലോൺ ഡയറക്ട്ലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണെങ്കിൽ then it is known as buyer's credit. Okay,
സോ രണ്ട് വിധത്തിലാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. സപ്ലയേഴ്സ് ക്രെഡിറ്റും മറ്റേത് ബയേഴ്സ് ക്രെഡിറ്റുമാണ്. സപ്ലയേഴ്സ് ക്രെഡിറ്റിലെ എക്സ്പോർട്ടർ ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ക്രെഡിറ്റ് ടു ദ ഓവർസീസ് ബയേഴ്സ് ത്രൂ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് എക്സിം ബാങ്ക്. മറ്റേതിൽ എക്സ്പോർട്ടേഴ്സിന്റെ ഇന്റർഫിയറൻസ് വരുന്നില്ല, ഡയറക്ട്ലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ കൊടുക്കുന്നതിനെയാണ് ബയേഴ്സ് ക്രെഡിറ്റ് പറയുന്നത്. So it is said that while considering proposals under the scheme, the following factors are taken into account by the Exim Bank. Exim Bank, it is export import bank. What all other factors that is taken into consideration by the Exim Bank? First, competency of the Indian exporters. Indian exporter പറഞ്ഞിട്ടാണ് നമ്മൾ ലോൺ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും റീപേ ചെയ്തിട്ടില്ലെങ്കിൽ who is the responsible person? Indian exporter is a responsible person. So here they will be first of all looking at the competence and capability of Indian exporters. Indian exporters ന് അത്രമാത്രം ലോണ് ക്രെഡിറ്റ് എടുക്കാനുള്ള വാല്യൂ ഉണ്ടോന്ന് അവർ നോക്കാം. നല്ല എക്സ്പോർട്ടേഴ്സ് ആണോ നോക്കും. അത് പിന്നെ പറയുന്നത് commercial consideration, contract justifiability of the contract on commercial consideration. Commercial banale nammal sale consideration il adoru valid aayitinde contract aano nokkum. Economic viability of the overseas project um nokkum. Adhe pole economic conditions of the country, nalla economic terms aayitinde country load aano loan kodukkan iver exporters parayunne nokkum. And chele time we know that in Pakistan and all war will come in, and in such cases the government will bring in a regulation with regard to giving of loans to the countries that are standing on our enemy side. So what has been taken over here is they've taken into consideration the economic condition of the country as well as the credit worthiness of the foreign borrowers is also taken into consideration. Appo ivide Exim Banks loan kodukkunna time le first of all they will be looking at the credit capacity of the Indian exporters. Then we'll see the commercial considerations. Then we'll see what are the economic conditions that is prevailing between the two. Economic conditions കേൾക്കാൻ പറ്റുന്നില്ല. അയ്യോ കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. റേഞ്ച് ഉണ്ടല്ലോ ഇപ്പൊ. ഇല്ല, കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഇയാളെ ആ കുട്ടീന്റെ പ്രശ്നമായിരിക്കോ? എനിക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, ആ കുട്ടീന്റെ നെറ്റ് പ്രോബ്ലം. ഒന്ന് നെറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്തോളൂ, അപ്പൊ നിങ്ങളത് റെഡി ആവും. ഓക്കെ, സോ we are seeing about the deferred credit payments ആണ് പറഞ്ഞ്. ഞാൻ അതിൻ്റെ അകത്ത് രണ്ട് ക്രെഡിറ്റ് ഉണ്ട് പറഞ്ഞു. സപ്ലയേഴ്സ് ക്രെഡിറ്റും ഉണ്ട്, ബയേഴ്സ് ക്രെഡിറ്റും ഉണ്ട്. സപ്ലയേഴ്സ് ക്രെഡിറ്റ് ഇവിടെ എക്സ്പോർട്ടർ പറഞ്ഞിട്ട് നമ്മൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് വഴിയും എക്സിം ബാങ്ക്സ് വഴി ലോൺ കൊടുക്കുന്നതിനെയാണ് സപ്ലയർ ക്രെഡിറ്റ് പറയാ. ബയേഴ്സ് ക്രെഡിറ്റ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ട്ലി ക്രെഡിറ്റ് കൊടുക്കുന്നതിനെയാണ് ബയേഴ്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. Now we are going to see what is the role of Export Import Bank of India. Please mute. Role of Export Import Bank of India ന്റെ role ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. We can see that Export Import Bank of India was set up in 1982 ലാണ് Export Import Bank set up ചെയ്തത്. And it is for the purpose of financing, facilitating and promoting foreign trade of India. Foreign trade promote ചെയ്യാൻ വേണ്ടിയിട്ടാണ് Exim Bankനെ set up ചെയ്തത് in 1982. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് മേജർ ഫങ്ഷൻസ് ഓഫ് ദ എക്സിം ബാങ്ക് പറഞ്ഞാൽ അവർ ഫസ്റ്റ് ഫങ്ഷൻ പറഞ്ഞാൽ അവർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം എക്സിം ബാങ്ക് ഹസ് ബീൻ സെറ്റ് അപ്പ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. എക്സ്പോർട്ടും ഇമ്പോർട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ഫിനാൻസ് ആര് കൊടുക്കും? എക്സിം ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസിനും ആര് ഫിനാൻസ് കൊടുക്കും? നമ്മളെ എക്സിം ബാങ്ക് സർവീസസിനും ഫിനാൻസ് കൊടുക്കും. റിസർച്ച് ആൻഡ് അനാലിസിസ്, that is research and analysis are carried out on a specific industry subsectors with export potential and international trade subjects are provided to exporters. എല്ലാ റിസർച്ച് ആൻഡ് അനാലിസിസിനും ഒന്നും നമ്മൾ എക്സിം ബാങ്ക് ഫണ്ട് കൊടുക്കില്ല. റിസർച്ച് ആൻഡ് അനാലിസിസ് റിലേറ്റഡ് വിത്ത് എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രീസ് വിത്ത് എക്സ്പോർട്ട് പൊട്ടൻഷ്യലിന് കൊടുക്കുക. ദാറ്റ് ഇസ് ഇൻഡസ്ട്രീസ് ദാറ്റ് ക്യാൻ ഗോ ഇൻ ടു എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഓർ ഇമ്പോർട്ട് പൊട്ടൻഷ്യൽ. അവർക്ക് എന്തെങ്കിലും ഫിനാൻസ് കൊടുക്കുകയാണെങ്കിൽ റിസർച്ച് ആവശ്യത്തിന് ആര് കൊടുക്കും? എക്സിം ബാങ്ക് പ്രൊവൈഡിങ്.
So Exim Bank is a bank that is solely concentrating on the export and import, and they will be providing finance only to those people who's going into export and import, which means if you're going into domestic trade, the Exim Bank will not provide out finance. അപ്പൊ അവർ ഫിനാൻസ് കൊടുക്കും, അവർ സർവീസസിന് ലോൺ കൊടുക്കും, അതേപോലെ റിസർച്ച് ആൻഡ് അനാലിസിസിനും അവർ ലോൺ കൊടുക്കുമാണ് പറയുന്നത്. ഓക്കെ, now we are going on to the recent development. Sorry, 1 minute. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല കാണുന്നില്ല മാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കാണാലോ അല്ലേ? ഇല്ല. ലോഡിങ്ങിലാണ്. ഓക്കെ, ഇപ്പൊ റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ എക്സ്പോർട്ട് ഫിനാൻസിങ് പറഞ്ഞ സംഭവമല്ലേ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നത്? അതെ അതെ. Okay, now we will see what are the recent development that has come in exporting finance. The first one factoring ആണ്, second one is forfeiting ആണ്. ഈ ഫാക്ടറിങ് പറഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക് ലെവലിൽ ഇപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ട്രേഡിലോട്ട് പോവാതെ, എക്സ്പോർട്ടിലോട്ട് പോവാതെ ഡൊമസ്റ്റിക് ട്രേഡിൽ വരുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഫോർഫാക്ടിങ് പറഞ്ഞാൽ വാട്ട് ഇസ് ഫോർഫാക്ടിങ് മീൻസ് ഇസ് വെൻ യു ആർ ഗോയിങ് ഓൺ ടു ഇന്റർനാഷണൽ ലെവൽ ട്രേഡ്, then it is known as forfeiting. Okay, so now we will see what is factoring. Factoring, I told you there is രണ്ട് customer. ആരൊക്കെയാ ഉണ്ടത് ചോദിച്ചാൽ there is a customer, there is a client, and there is a factor. Okay, that is something that you have to remember. Customer is there is a client, there is a factor. Factor means he is an agent. Agent ആണ് factor പറയുന്നത്. അപ്പം ഇവിടെ തന്നെ ഇതെന്താ, എല്ലാ കാര്യത്തിനും ഒരു ഏജന്റ് നടുവിൽ നിന്നിട്ട് അതിന്റെ അഷ്വറൻസ്, ദാറ്റ് ഇസ് ഒരു ഏജന്റ് നടുവിൽ നിന്നിട്ട് അവർ റിസ്ക് എടുക്കുക പറഞ്ഞാൽ നമുക്ക് ഈ ക്ലയൻസിനും കസ്റ്റമേഴ്സിനും റിസ്ക് ഒരു എക്സ്റ്റെന്റ് വരെ കുറയില്ലേ? അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ക്ലയന്റിനെ ഒരു ഏജന്റിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ഫാക്ടർ. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താ വരുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്താ വരുന്നത് പറഞ്ഞാൽ കസ്റ്റമർ ആൻഡ് ക്ലയന്റ് തമ്മിൽ ഒരു കോൺട്രാക്റ്റിലോട്ട് അവർ എൻറ്റർ ചെയ്യും. ദാറ്റ് ഇസ് ആൻ ഇൻവോയ്സ് ഇസ് ബീൻ സെൻഡ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ക്ലയന്റ്. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാ പറഞ്ഞാല് ക്ലയന്റ് എന്ത് ചെയ്യും പറഞ്ഞാല്, ഓക്കെ, ക്ലയന്റ് നമ്മൾ കസ്റ്റമേഴ്സിനോട് ക്രെഡിറ്റ് സെയിൽ ആണ് നടത്തുന്നത്. ദാറ്റ് ഇസ് ദേ ആർ നോട്ട് ഗിവിംഗ് ദ മണി immediately to the customer. So there is a customer, there is a client, there is a factor, and these people are entering into the contract. And according to entering into the contract, what has been done is ഇവിടെ ക്ലയന്റ് വന്നാല് സെല് ചെയ്യുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റ് സെയിൽ ആണ് കസ്റ്റമേഴ്സുമായിട്ട് നടത്തുന്നത്. ആ ടൈമിൽ തന്നെ അവർ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്, ഡോക്യുമെന്റ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കും. ക്ലയന്റ് ആ ഒരു മൂമെന്റ് തന്നെ ഈ ഫാക്ടറിനോട്, ദാറ്റ് ഇസ് ഈ ഏജന്റിനോട് പറയും, ഞങ്ങൾ ഇത്ര റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട് വിത്ത് യുവർ കസ്റ്റമർ. ഈസ് എ കസ്റ്റമർ ഓഫ് ദ, ഈ ഫാക്ടറിന്റെ കസ്റ്റമർ ആണ് ഇയാൾ. അപ്പൊ കസ്റ്റമറിന് പറഞ്ഞ കസ്റ്റമറിന് ഞങ്ങൾ 80,000 റുപ്പീസിന്റെയോ 1 lakh റുപ്പീസിന്റെയോ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട് പറയുന്ന ടൈമിൽ തന്നെ ഫാക്ടർ എന്ത് ചെയ്യും പറഞ്ഞാല്, ഫാക്ടർ വിൽ ബി പേ 1 lakh ആകുമ്പോൾ അതിന്റെ 80% അപ്പൊ തന്നെ ആർക്ക് കൊടുക്കും? ക്ലയന്റിന് കൊടുക്കും, സെല്ലറിന് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് മെച്യൂരിറ്റി ഡേറ്റിൽ കസ്റ്റമർ എന്ത് ചെയ്യും? എമൗണ്ട് പേ ചെയ്യും. എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഈ 80% അല്ലുള്ളൂ ഇനീഷ്യലി ക്ലയന്റിന് കൊടുത്തേ, ബാലൻസ് എമൗണ്ടും ആർക്ക് കൊടുക്കും? ക്ലയന്റിന് നമ്മൾ ഫാക്ടറിൽ കൊടുക്കും. അത് കഴിഞ്ഞ് ഇവര് രണ്ടാളും കുറച്ചൊരു ചാർജസ് ഇൻകർ ചെയ്യണം. കാരണം റിസ്ക് നടുവിൽ നിന്ന് ഒരാൾ റിസ്ക് എടുക്കുന്ന ടൈമിൽ അയാൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടണ്ടേ? സോ ഇൻ ദ സെയിം വേ വാട്ട് ഹസ് ബീൻ ഡൺ ഇസ് ഫാക്ടർ ഹസ് ബീൻ ഗിവൺ എ കോമ്പൻസേഷൻ ഫോർ ബാരിങ് ഔട്ട് ദ റിസ്ക്. സോ ഇൻ ഫാക്ടറിംഗ് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് വരുന്നില്ല, ഫാക്ടറിംഗിൽ ആകെ ഡൊമസ്റ്റിക് ട്രേഡ് ആണ് വരുന്നത്. സോ എ കോൺട്രാക്ട് ഇസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ക്ലയന്റ്, ആൻഡ് വെൻ ദ ക്ലയന്റ് ഇസ് ഗിവിംഗ് ഔട്ട് ദ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ദ കസ്റ്റമർ, ദേ ഇൻഫോം ദ ഫാക്ടർ ദാറ്റ് ഐ ഹാവ് given out the goods on credit to the customer, and
After hearing that information, what the factor will do is factor will reimburse 80% of the money immediately to the client, and remaining 20% will be reimbursed by the factor to the client on receiving the payment from the customer. Customer ne kai manne payment kitti kazhnya baaki 20% kodukkum. For bearing up the risk, what has been done is a factor is getting a commission from both of them. Okay, clear? Clear, ma'am. Yes, ma'am. Yes, ma'am. Okay, next one is basic forfeiting transactions ആണ്. Forfeiting നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ ട്രേഡ് വരുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻസിലോട്ട് പോവാണ് പറയുന്നത്. Just a minute. Okay, forfeiting transactions again there is an exporter, there is an importer. അപ്പൊ എക്സ്പോർട്ടറും ഉണ്ട് ഇമ്പോർട്ടറും ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സ്പോർട്ടറും ഇമ്പോർട്ടറും ഒന്നും ഇല്ല, കാരണം ഡൊമസ്റ്റിക് ട്രേഡ് മാത്രമാണ് നമുക്ക് ഫാക്ടറിംഗിൽ നടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഫോർഫാക്ടിങ്ങിൽ നോക്കുമ്പോൾ there is a please don't draw on your screen, കാരണം അത് ഇവിടെയും കാണും. Next is exporter will be coming, there is an importer who is coming. എക്സ്പോർട്ടറും ഇമ്പോർട്ടറും വരുന്നുണ്ട്. ആ എക്സ്പോർട്ടറിന് വരുന്ന ബാങ്ക് ആണ് പ്രൈമറി ഫോർഫെയ്റ്റർ പറഞ്ഞ ബാങ്ക്, ആൻഡ് ഈ ഇമ്പോർട്ടറിന് വേറെ ഒരു ബാങ്ക് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ എന്താ നടക്കുന്നത്, ഒരു എക്സ്പോർട്ടറും ഇമ്പോർട്ടറും തമ്മിൽ ഒരു കോൺട്രാക്ട് നടക്കുകയാണ് ഫോർ ദ ഷിപ്മെന്റ് ഓഫ് ദ ഗുഡ്സ്. സെയിൽസ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ ഇസ് ടേക്കിംഗ് പ്ലേസ്. ആ സെയിൽസ് കോൺട്രാക്ട് നടന്നു കഴിഞ്ഞ പാട് എന്താ നടക്കുന്നത് പറഞ്ഞാൽ ഷിപ്മെന്റ് ഓഫ് ദ ഗുഡ്സ് ടേക്ക് പ്ലേസ്. ഷിപ്മെന്റ് ഓഫ് ദ ഗുഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ഈ ഒരു ഇമ്പോർട്ടർ ഈ ഒരു എക്സ്പോർട്ടർ എന്ത് പറയും പറഞ്ഞാൽ എക്സ്പോർട്ടർ ഇൻഫർമേഷൻ കൊടുക്കും ആർക്ക്, എക്സ്പോർട്ടറിന്റെ കൺട്രിയിലുണ്ട ബാങ്കിന് to the importer that this much amount of materials have been exported by me പറഞ്ഞ ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കാൻ പറയും, ഈ ഇമ്പോർട്ടറിന്റെ ബാങ്കിന് കൊടുക്കാൻ പറയും. ഇമ്പോർട്ടർ ബാങ്ക് ഇത് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇൻഫർമേഷൻ has been transmitted to the person. അവിടെ എന്താ അവർ ചെയ്യുന്ന പറഞ്ഞാല് ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്സ് ആണ്, ഇവിടെ നമുക്ക് എന്താ പറയുന്നത് പറഞ്ഞാൽ ഹിയർ ദ ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ബാങ്കിന് ഇൻഫർമേഷൻ കൊടുക്കും, ഈ ബാങ്ക് ഇവരെ ഇൻഫോം ചെയ്യും. ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യും പറഞ്ഞാൽ ഇമ്പോർട്ടേഴ്സിന് ഇൻഫോം ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ കൺഫർമേഷൻ ഫ്രം ദ ഇമ്പോർട്ടറിനോട് ചോദിക്കും നിങ്ങൾ ശരിക്കും കൊടുത്തിട്ടുണ്ടോ, ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ പറഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് വാട്ട് ദ ബാങ്ക് ഇസ് ഡൂയിങ് ഇസ് ബാങ്ക് ഇസ് ഗീവിംഗ് ആൻഡ് മണി. ഇവിടെ ബാങ്ക് എന്ത് ചെയ്യും പറഞ്ഞാൽ ഈ ഒരു bank that is primary okay. അപ്പൊ ഇവിടെ രണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു ബാങ്ക് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇമ്പോർട്ടറിന്റെ കൺട്രിയിലുണ്ട ബാങ്ക് എന്ത് ചെയ്യും പറഞ്ഞാൽ ക്യാഷ് ഹസ് ബീൻ ട്രാൻസ്ഫർ ടു ദ എക്സ്പോർട്ടർ ബാങ്ക്. ഇവർ ഈ ഒരു അഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇമ്പോർട്ടറിന്റെ കൺട്രിയിലുണ്ട ബാങ്ക് ഇസ് പേയിങ് ഔട്ട് ദ മണി ടു ദ എക്സ്പോർട്ടേഴ്സ് ബാങ്ക്. എന്നിട്ട് എക്സ്പോർട്ടർ ബാങ്ക് അത് കഴിഞ്ഞാൽ they will wait until the maturity of a period, and after receiving the maturity, ആ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിന്റെ അന്ന് ആരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും, ഇമ്പോർട്ടറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും ഓരോ ബാങ്ക്സ് റിസ്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ബാങ്ക്സിനും എന്ത് ചെയ്യണം, ബാങ്ക്സിനും നമ്മൾ എക്സ്പോർട്ടർ ഇവരെ ബാങ്കിന് പൈസയും കൊടുക്കണം, ഇമ്പോർട്ടർ ഈ ഒരു ബാങ്കിന് പൈസയും കൊടുക്കണം. So what is happening is that the two banks are taking up the responsibility or trying to reduce the risk between an exporter and the importer. So when a contract has been got into by an exporter and the importer, and after the shipment of the goods, what is happening is the information is transmitted to the by the exporter to the importer that this much importers bank that this much amount value of goods is being transmitted. So what the bank does is bank will be transferring that concerned amount of money to the exporters bank, and on the maturity what the bank will do in the importers country is that they will request the importer to give the payment, and after the importers give the payment the document will be transferred to the importer. അത്രയും കാലം ഇവർ ഏത് ഡോക്യുമെന്റ് പിടിച്ചു നിൽക്കും, ഇവർക്ക് ശരിക്കും കിട്ടേണ്ട ഡോക്യുമെന്റ്. ഓൺലി ആഫ്റ്റർ മേക്കിംഗ് ദ പേയ്മെന്റ് importers will get the concerned document. Okay, that is forfeiting transactions. ഇവിടെ ഒരു ഫാക്ടർ ആയിരുന്നു, ഇവിടെ രണ്ട് ബാങ്ക്സ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ 80% ആയിരുന്നു, ഇത് കംപ്ലീറ്റ് എമൗണ്ട് തന്നെയാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
Clear? യെസ് മാം. ഇവിടെ ഇന്ന് നമ്മളെ ക്ലാസ് ബേർഡ്സ് ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ ശബ്ദങ്ങളൊക്കെ കേൾക്കട്ടെ. യു ആർ ഏബിൾ ടു ഹിയർ ഇറ്റ്? കാക്കേന്റെ ഒക്കെ ശബ്ദം എല്ലാരും ഉണ്ട് ക്ലാസ്സിൽ. അതെ, എല്ലാരും കൂടെ ഇരിക്കുന്നതാണോ നീ ക്ലാസ്? എല്ലാ ടൈപ്പ് ആൾക്കാരും ഓക്കെ. അപ്പൊ വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ഔട്ട് വിത്ത് ദാറ്റ് കൺസേൺ. ആ മോഡ്യൂൾ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നും കൂടെ അതിനെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? കാണണ്ടല്ലോ സ്ക്രീന്? ഇല്ല മാം, കാണുന്നില്ല. മാം സ്ക്രീൻ ഇപ്പൊ കാണുന്നില്ല. ഓക്കെ ഓക്കെ, 1 minute. ഇപ്പം കാണാലോ? ലോഡിംഗ് കാണാം മാം. ഇപ്പം കാണാം. Okay. അപ്പം we are just going to conclude with the 8th unit, which is export finance. ഇവിടെ നിങ്ങൾക്ക് interact ചെയ്യാം കേട്ടോ. Export finance പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? ഫിനാൻസ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആർക്ക് കൊടുക്കുന്നതാണ്? എക്സ്പോർട്ടറിന് കൊടുക്കുന്നതാണ്. യെസ്, നിങ്ങൾ പറഞ്ഞോളൂ അതിന്റെ അകത്ത് എക്സ്പോർട്ട് ഫിനാൻസിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നതെന്ന്. എന്തിനൊക്കെയാ നമ്മൾ എക്സ്പോർട്ട് ഫിനാൻസ് കൊടുക്കുന്നത്? പ്രീ ഷിപ്മെന്റും പോസ്റ്റ് ഷിപ്മെന്റും ആണ്. നമ്മൾ പർച്ചേസ് ചെയ്യാനും ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, പ്രോസസ്സിങ്ങിന് ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, മാനുഫാക്ചറിങ്ങിന് കൊടുക്കുന്നുണ്ട്, പാക്കിംഗ് ഓഫ് ഗുഡ്സിനൊക്കെ നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. ആരൊക്കെയാണ് ഈ എക്സ്പോർട്ട് ഫിനാൻസ് കൊടുക്കാനുണ്ട്? റൈറ്റ് ആർക്കൊക്കെയാണ്ടത്? RBI, Exim, commercial banks. Okay. Export import bank. Yes, അതിന്റെ അത് ഷോർട്ട് ടേം. യെസ്, ലോങ് ടേം ഫിനാൻസും. ഓക്കെ, ഗുഡ്. അതിന്റെ അത് ഷോർട്ട് ടേം ഫിനാൻസും കൊടുക്കാം, ലോങ് ടേം ഫിനാൻസും കൊടുക്കാം. പിന്നെ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ്. മാം, യെസ്, ഈ ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറയുമ്പോ ഇതിന്റെ കാലയളവ് എത്രയാണ്? ഷോർട്ട് ടേം ഫിനാൻസ് പറയുമ്പോ ടൈം പീരീഡ് അല്ലെ, അതെന്തായാലും കുറെ ഇയേഴ്സിലോട്ട് വരില്ല. ഇറ്റ് വിൽ ബി, ഐ തിങ്ക് ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഫോർ അബൌട്ട് 6 months സംതിങ്. അങ്ങനെ നമ്മളെ ട്രാൻസാക്ഷൻസ് 6 months. യെസ്, എന്തായാലും ഫോർ ലോങ് ടേം ഫിനാൻസ് പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സിനാണ് വരുന്നത്. അവിടെ ഇയേഴ്സിലോട്ട് ചിലപ്പോൾ ക്രെഡിറ്റ് കൊടുക്കും. 1 yearലോട്ടൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ദാറ്റ് ഇസ് കമ്മിങ് അണ്ടർ ഷോർട്ട് ടേം ഫിനാൻസ് ആൻഡ് ലോങ് ടേം ഫിനാൻസ്. ഓക്കെ, അയ്യോ അത് കഴിഞ്ഞാൽ എന്താണ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറഞ്ഞാൽ എന്താണ്? പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറഞ്ഞാൽ ഗുഡ്സ് ഷിപ്മെന്റിലോട്ട് പ്ലേസ് ചെയ്യുന്നതിന് കുറെ എക്സ്പെൻസസ് ഇൻകർ ചെയ്യും. അത് ഇൻകർ ചെയ്യാൻ കൊടുക്കുന്ന ലോണിനാണ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹലോ, പ്രീ ഷിപ്മെന്റും പോസ്റ്റ് ഷിപ്മെന്റും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞുതരുമോ? പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പിലോട്ട് കയറ്റുന്നതിന്റെ മുന്നേ, ദാറ്റ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഫണ്ട് ചിലപ്പം എക്സ്പോർട്ടറിന്റെ കൈമേൽ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ലോൺ വാങ്ങി കൊടുക്കുന്നതാണ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പറയുന്നത്. അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സ് ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇമ്പോർട്ടേഴ്സിലോട്ട് കൊടുക്കാൻ പറ്റുക. അത് ഷിപ്പിലോട്ട് പ്ലേസ് ചെയ്യുന്നതിന്റെ മുന്നേ ഇങ്ങനത്തെ എക്സ്പെൻസസ് കുറെ ഇൻകർ ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് പറഞ്ഞാല് ഷിപ്പ് ട്രാൻസിറ്റിൽ വരില്ലേ, ഷിപ്പ് വേറെ കൺട്രിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പം കുറെ ക്ലിയറൻസ് ചാർജസും കുറെ ഡോക്യുമെന്റ് ചാർജസും കുറെ ഓരോ കൺട്രിയിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ കുറെ എക്സ്പെൻസസും നമ്മൾ ആര് ഇൻകർ ചെയ്യണം? എക്സ്പോർട്ടർ ഇൻകർ ചെയ്യണം. അതൊക്കെ മീറ്റ് ചെയ്യാനുണ്ട് ലോൺ കൊടുക്കുന്നതിനെയാണ് പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് പറയാം. ഷിപ്പ് മൂവ് ചെയ്യുന്ന ടൈമില്, ദാറ്റ് ഇസ് ആ ഒരു ഇമ്പോർട്ടന്റ് അടുത്ത് എത്തുന്ന വരെയും എത്തിയിട്ടും എന്റെ എക്സ്പെൻസസ്, ദാറ്റ് ഇസ് അൺടിൽ ഹി ഈസ് ഗെറ്റിംഗ് ദ പേയ്മെന്റ്. അതിനെയാണ് നമ്മൾ പ്രീ ഷിപ്മെന്റ് അല്ല പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ പ്രീ ഷിപ്മെന്റ് ഫിനാൻസിൽ എന്തൊക്കെയാ നമുക്ക് കൊടുക്കുന്നത്? ഫസ്റ്റ് തന്നെ പാക്കിംഗ് ക്രെഡിറ്റ് ആണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാക്കിംഗ് ക്രെഡിറ്റ് പറഞ്ഞാൽ ഗുഡ്സിനെ പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന വരെ ടൈം കൊടുക്കുന്ന ക്രെഡിറ്റിനെയാണ് പാക്കിംഗ് ക്രെഡിറ്റ് പറയുന്നത്. എലിജിബിലിറ്റി ആർക്കൊക്കെ ഇത് കിട്ടാൻ, പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് കിട്ടാനുണ്ട്? എലിജിബിലിറ്റി ഉണ്ട്. മ്യൂട്ട് പ്ലീസ്, മ്യൂട്ട് അല്ല, നിങ്ങൾ ആരോന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആളൊന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്. ആരാ എനിക്ക് മനസ്സിലാവില്ല, ഭയങ്കര വോയിസ് വരുന്നുണ്ട്. അമൽ ക്രിസ്റ്റീന നിഷാന ഇവരൊക്കെ ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യൂ.
ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നവർക്ക് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ, ദർ ഇസ് നോ ഇഷ്യൂസ്. നെക്സ്റ്റ് ഇസ് പാക്കിംഗ് ക്രെഡിറ്റ്. പിന്നെ എലിജിബിലിറ്റി ഞാൻ ആർക്കൊക്കെയാ കൊടുക്കേണ്ടത് പറഞ്ഞു. മെർച്ചന്റ് എക്സ്പോർട്ടേഴ്സ് ആണ് സ്റ്റാർ എക്സ്പോർട്ട് ഹൗസസിനൊക്കെ ഫ്രീ ഷിപ്മെന്റ് ഫിനാൻസ് കിട്ടും. പിന്നെ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മാത്രം നോക്കി. യെസ്, ഗുഡ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മാത്രം നോക്കിയിട്ട് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ റണ്ണിങ് അക്കൗണ്ട് ഫെസിലിറ്റി പറയുന്നത്. പിന്നെ എമൗണ്ട്, എത്ര എമൗണ്ട് കൊടുക്കണം, ആരെ ബേസിസിലാണ്, എക്സ്പോർട്ടറിന്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് ആണ് നമ്മൾ എമൗണ്ട് കൊടുക്കുക. പീരീഡ് സാധാരണ എത്ര ഡേയ്സിലോട്ടാണ് കൊടുക്കാറ്? 90 days ആകും. 180 days വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. 270 days എപ്പോഴാ കിട്ടുക? ജെന്യൂൻ ആയിട്ടുള്ള വല്ല സ്പെഷ്യൽ എക്സ്റ്റൻഷൻ വരും. വാർ, അങ്ങനത്തെ വാർ, നമ്മൾ ഫ്ലഡ്, അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസ് ദാറ്റ് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ഇമ്പോർട്ടറിൽ വരികയാണെങ്കിൽ മാത്രമാണ് 270 days കിട്ടുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സാധാരണ എന്താ പറയുന്നത്, ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഇത് കൊടുക്കുക. പക്ഷെ ഇൻട്രസ്റ്റ്, ഈ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് സമയത്ത് പേയ്മെന്റ് ചെയ്തിരിക്കണം. പീരിയഡിന്റെ ഉള്ളിൽ പേയ്മെന്റ് ചെയ്യാം. യെസ്, കറക്റ്റ് പീരീഡിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞ, അഡ്വാൻസ് അഗെയിൻസ്റ്റ് ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ്സ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടൂന്റെ അഷ്വറൻസ് ഉണ്ട്. ഈ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടിന് എപ്പോഴും ഇൻസെന്റീവ്സ് ഗവൺമെന്റ് കൊടുക്കുമല്ലോ. അപ്പൊ ആ ഇൻസെന്റീവിന്റെ ഡോക്യുമെന്റ് കാണിച്ചിട്ട്, ഇൻസെന്റീവ് കിട്ടുന്നതിന്റെ പോലെ ഇൻസെന്റീവിന്റെ ഡോക്യുമെന്റ് കാണിച്ച് ലോൺ വാങ്ങുന്നതാണ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. പ്രീ ഷിപ്മെന്റ് ക്രെഡിറ്റ് ഇൻ ഫോറിൻ കറൻസി പറഞ്ഞാൽ എന്താ? ഷിപ്മെന്റിന് മുൻപ് ഫോറിൻ കറൻസിയിൽ നിന്ന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഇന്ത്യൻ കറൻസിയിലല്ല ഈ കേസിൽ നമുക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറിൻ കറൻസിയിലാണ്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം എക്സ്പോർട്ടർ ആണ്, ഇന്ത്യ എക്സ്പോർട്ടർ ആണ്, USA നമ്മൾ. ചൈന. യെസ്, ഗുഡ്. Next is post shipment finance. I hope you understood what is post shipment finance. Post shipment finance first തന്നെ എന്താ, negotiation of export document under letter of credit. ഇവിടെ എന്താ, post shipment finance നമുക്ക് എങ്ങനെയാ ലോൺ കിട്ടുന്നത്? ജസ്റ്റ് letter of credit കാണിച്ചിട്ട് ലോൺ വാങ്ങുക ചെയ്യുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കാണിച്ചിട്ട്. യെസ്. പിന്നെ പറയുന്നത് എന്താ, purchase discount of foreign bills. അപ്പൊ നമ്മൾ എന്താ, ഇവിടെ ബിൽസ് കാണിച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട്, ദാറ്റ് ഇസ് കുറെ ഡോക്യുമെന്റ്സ് ആവശ്യമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ. ആ ഡോക്യുമെന്റ്സ് കാണിച്ചിട്ട് നമ്മള് ക്രെഡിറ്റ് വാങ്ങുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഫോറിൻ ബിൽസ്. പിന്നെ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ നോക്കിയിട്ട് ഓരോ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ വരുന്ന ഡോക്യുമെന്റ്സ് ആണ്. അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ലോൺ വാങ്ങുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. പിന്നെ കൺസൈൻമെന്റ് കാണിച്ചിട്ട് നമ്മൾ ലോൺ വാങ്ങുകയാണെങ്കിൽ അതിന് അങ്ങനെയാണ് പറയുക. പിന്നെ അഡ്വാൻസസ് അഗെയിൻസ്റ്റ് എക്സ്പോർട്ട് ഇൻസെന്റീവ്സ്, നമുക്കറിയാം ഇൻസെന്റീവ്സ് കിട്ടും. അപ്പം ഈ സ്റ്റേജിലാണ് എക്സ്പോർട്ട് ഇൻസെന്റീവ് എടുക്കുന്നതെങ്കിൽ അത് പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസിൽ വരും. പിന്നെ അൺഡ്രോൺ ബാലൻസസ് പറഞ്ഞാൽ എന്താ, പോസ്റ്റ്പോൺ ചെയ്യുക പേയ്മെന്റിന്. നമ്മൾ 60 days കഴിഞ്ഞ് കിട്ടിയാൽ മതി പറയുന്ന ചില കേസസ് ഇല്ലേ, അത് കാണിച്ചിട്ട് നമ്മൾ ലോൺ വാങ്ങുകയാണെങ്കിൽ അൺഡ്രോൺ ബാലൻസസ് പറയും. റിട്ടൻഷൻ മണി പറഞ്ഞാൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്, 1 year കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ മതി. അങ്ങനത്തെ കേസസിനെയാണ് റിട്ടൻഷൻ മണീന്റെ ബില്ല് ഡോക്യുമെന്റ് കാണിച്ചിട്ട് നമ്മൾ ലോൺ വാങ്ങുക. പിന്നെ കറൻസി, ഫോറിൻ കറൻസിയിൽ ലോൺ വാങ്ങുക, അല്ലെങ്കിൽ പോസ്റ്റ് ഷിപ്മെന്റ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുക. ഓക്കെ, ഓൾ ദീസ് ഡോക്യുമെന്റ്സ് കാണിച്ചിട്ടാണ് എന്ത് വാങ്ങുന്നത്, പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പോർട്ട് എന്താണ്, എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാൽ, ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡേറ്റിലോട്ട് നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിൽ പേയ്മെന്റ് നടത്തിയാൽ മതി ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ് പറയാ. പേയ്മെന്റ് ഇസ് പോസ്റ്റ്പോണ്ടഡ്. അപ്പൊ എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റിൽ വരുമ്പോൾ നമുക്ക് 50 crores ലോൺ വരെ ആർക്ക് കൊടുക്കാം? യെസ്, 50 to 200 crores വരെ ആരാ കൊടുക്കുന്നത്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. യെസ്, ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് എ വർക്കിംഗ് ഗ്രൂപ്പ്. 200 crores അബവ് ആണ് വർക്കിംഗ് ഗ്രൂപ്പ് ആണ് ലോൺസ് കൊടുക്കുന്നത്. എലിജിബിൾ ക്രൈറ്റീരിയ പറഞ്ഞാൽ ടേൺകീ പ്രോജക്ട്സ് പറഞ്ഞാൽ നമ്മൾ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക ഒരു കൺട്രിയിലോട്ട്, അതിനെയാണ് ടേൺകീ പ്രോജക്ട്സ് പറയുന്നത്. വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് പോവുക. കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിനും കിട്ടും, കൺസൾട്ടൻസി സർവീസസിനും എന്ത് കിട്ടും? എക്സ്പോർട്ട് അണ്ടർ ഡിഫേർഡ് പേയ്മെന്റ് പ്രൊവിഷൻ കിട്ടും. പിന്നെ ഡിഫേർഡ്
ക്രെഡിറ്റ് ഫെസിലിറ്റീസ് രണ്ട് വിധത്തിലാണ് ഞാൻ പറഞ്ഞു. സപ്ലയർ ക്രെഡിറ്റും വരുന്നുണ്ട്, ബയർ ക്രെഡിറ്റും വരുന്നുണ്ട്. സപ്ലയർ ക്രെഡിറ്റിൽ എന്താ ചെയ്യുന്നത്? എക്സ്പോർട്ടേഴ്സ് അതർ കൺട്രീസിലുള്ള യെസ്, ബയേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കും. ഓ യെസ്, ഗുഡ്. അപ്പൊ എക്സ്പോർട്ടർ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ എക്സിം ബാങ്കിനെയോ കമേഴ്ഷ്യൽ ബാങ്കിനെയോ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ലോൺ കൊടുക്കാൻ പറയാ. ഇമ്പോർട്ടേഴ്സിന് ലോൺ, വേറെ കൺട്രിക്ക് ലോൺ കൊടുക്കാൻ പറയുന്നതിനെയാണ് സപ്ലയേഴ്സ് ക്രെഡിറ്റ് പറയുന്നത്. ബയേഴ്സ് ക്രെഡിറ്റ് പറയുന്നത് ആരാ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ആർക്ക് കൊടുക്കുകയാണ്? ലോൺസ് ടു ദ ഓവർസീസ് ബയേഴ്സ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവരുടെ കേപ്പബിലിറ്റി ഓഫ് റീപേയിങ് ഫോറിൻ ബോറോവേഴ്സിന്റെ കേപ്പബിലിറ്റി, പിന്നെ കമേഴ്ഷ്യൽ കൺസിഡറേഷൻ നോക്കും, എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ കൺട്രി നോക്കിയിട്ടൊക്കെ ഉള്ളൂ നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഇനി വിൽ സി വാട്ട് ആസ് ദ റോൾ ഓഫ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾ എന്തൊക്കെയാ? എക്സ്പോർട്ട് ഫിനാൻസ്. എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ 1982 അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവർ എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിസർച്ച് ആൻഡ് അനാലിസിസ്. ഓക്കെ, ഇനി നമ്മൾ ഫാക്ടറിങ്ങും ഫോർഫാറ്റിങ്ങും പഠിച്ചു. ഫാക്ടറിങ് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ട്രേഡിൽ വരുന്നതാണ്. ഇവിടെ 80% ഓഫ് മണി ആദ്യം തന്നെ ആര് ചെയ്യും? ഫാക്ടർ ക്ലയന്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പേയ്മെന്റ്, ഫുൾ പേയ്മെന്റ് കിട്ടി, കസ്റ്റമർ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 20% ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഫാക്ടറിന് പ്രകാരം 2 ബാങ്ക്സ് ആണ് വരുന്നത്. ഇതിന്റെ അത് കംപ്ലീറ്റ് ആ ഡോക്യുമെന്റിന്റെ ബേസിൽ നമ്മൾ ആർക്ക്? എക്സ്പോർട്ടറിന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ആ ദാറ്റ് ഇസ് ഇമ്പോർട്ടർ ഒരു മെച്യൂരിറ്റി ഡേറ്റ് പറയുന്നുണ്ടാവും. ആ ഡേറ്റിന് ഇമ്പോർട്ടർ പൈസ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ബാങ്ക്സ് എന്ത് കൊടുക്കുക? ഡോക്യുമെന്റ്സ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് ഫോർഫാറ്റിംഗ്. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ഇനി നമ്മൾ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാ. യൂണിറ്റ് 8 കഴിഞ്ഞല്ലോ അല്ലെ? കഴിഞ്ഞു. നെക്സ്റ്റ് യൂണിറ്റ്